ഒരുപാട് പഴക്കമുണ്ട്. ശബ്ദമൊന്നും ശരിയല്ല. ഇവനെ വിശ്രമ ജീവിതത്തിന് അയക്കേണ്ട കാലം കഴിഞ്ഞല്ലോ ശങ്കു. ഒഴിവാക്കിക്കളാ. തെരുവിലായാലും അപശബ്ദം പാടില്ലല്ലോ. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവൻ എന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു തെരുവിൽ വെച്ച് ആശാൻ എന്റെ കൈ തന്നതാ. ഇപ്പൊ ഇവന്റെ താളമാ എന്റെ താളം. അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പഠിക്കണേ. പഠിക്കണേ. ഇതിന്റെ തോലൊക്കെ ഒന്ന് മാറ്റി ചരടൊക്കെ ഒന്ന് മുറുക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഒരു 3-4 ദിവസം പിടിക്കും. അതുവരെ തന്റെ ആവശ്യത്തിന് ഇത് വെച്ചോളൂ. എന്തിനാ മടിക്കണേ? വാങ്ങിച്ചോളൂ. പണി തീർത്ത് വെച്ചതാ, ആരും കൈവച്ചിട്ടില്ല. ഇവന്റെ തുടക്കം ഒരു നാടോടി താളത്തിലാവട്ടെ. ഇരിക്കെ. വരാം. അറിയോ, കാക്കരക്കടവില് ഇയാളെ അറിയാത്തവരില്ല ഇപ്പോ. സൈക്കിൾ അഭ്യാസി. തരികിട അഭ്യാസം മാത്രമല്ല, സംഗീതവും ഉണ്ട് ആവശ്യത്തിന്. സാവിത്രിക്കുട്ടി എന്റെ മരുമകളാ. ഞാൻ ഇറങ്ങട്ടെ. എവിടെ ചെന്നാലും എനിക്ക് സ്നേഹമുള്ള ഒരു ചേട്ടനെയും സ്നേഹമുള്ള ഒരു ചേച്ചിയെയും കിട്ടും. അതെന്റെ ഒരു ഭാഗ്യമാ. ഇവിടെ വന്നപ്പോഴും കിട്ടി. നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ, സ്നേഹമുള്ള ഒരു ചേച്ചി. എവിടെ എന്റെ ചേച്ചി? ചേച്ചി, ഇന്ന് ശംഖു എന്ന് അറിഞ്ഞില്ലേ? എന്താ ഇങ്ങോട്ട് കാണാത്ത? അവക്ക് നല്ല സുഖമില്ല. അയ്യോ, എന്ത് പറ്റി? ഒരു ചെറിയ പനി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? അത്രയ്ക്കൊന്നും അങ്ങനെ കരുതാൻ പാടില്ല. അത് തെറ്റാ. ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനെന്താ നേരം കാണിക്കാത്ത? മോശമായി പോയി. ചേച്ചി, നേരെ ഒരുപാടായി. ശംഖു പോയട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ? ചേച്ചിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? ഞാൻ പോയാൽ സ്നേഹമില്ലാത്തവരല്ലേ? ചേച്ചി, എന്താ ചേട്ടന്റെ പ്രശ്നം? പൈസ ഇല്ല കയ്യില്? എന്റെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ട്. നമുക്ക് കാശ് തീരുന്നവരെ ചേച്ചിയെ കാണിക്കാം. ടാക്സി വിളിക്കണോ? ഞാൻ ചേച്ചിയെ കയ്യിലെടുത്തോണ്ട് പോണോ? ഞാനുള്ളപ്പോ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ചേട്ടനും ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഇപ്പൊ നീയാണ് എന്റെ പ്രശ്നം. എന്നാടാ നിന്റെ അമ്മ ഇരട്ട പ്രശ്നം? എവിടെടാ അവൻ? പിന്നെ അട്ടി വാങ്ങിക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞോണം. എവിടെ അവൻ? ഷാപ്പിൽ പോയിരിക്കുവാന്ന് പറയണ്ടെന്ന് പറഞ്ഞു. പങ്കജൻകുട്ടി, ഈ നേരം വിളിക്കുന്നത് എന്തുകൊണ്ടാ? സൂര്യൻ ഉദിക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നതോ? എനിക്കറിയില്ല. കോഴി കൂണതുകൊണ്ട്. ലോകത്തുള്ള കോഴികളൊക്കെ തല്ലിക്കൊന്നാലോന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ നേരം വെളുക്കൂലല്ലോ. എപ്പോഴും രാത്രി മാത്രം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രാത്രി മരിക്കോളം ഞാനും നീയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്തിനാ ഇതിൽ ഇറങ്ങിയത്? നാട്ടുകാരെ ഞാൻ ഒരിടത്തും പോയില്ല. ഇല്ല, ആശുപത്രി പോയിരുന്നു. വയറുവേദനയ്ക്ക്. വേണ്ടച്ചാ, നാട്ടുകാർ കണ്ടാ? കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഗോവിന്ദനാശാൻ നാട്ടുകാരെ പറ്റിച്ചാണ് കഞ്ഞി കുടിക്കുന്നതെന്ന് അറിയട്ടെ എല്ലാവരും. വെട്ടിയെടുത്തോ? ഇനി കളത്തി ചവിട്ടിയാൽ ആ കാര്യം വെട്ടും. ആശാനെ, മിണ്ടിപ്പോകരുത്. ഇക്കാലം അത്രയും അധ്വാനിച്ച് അന്നം തിന്നോനാ ഞാൻ. പൂജിക്കണ ദൈവം എനിക്ക് ചെയ്യുന്ന തൊഴില്. കാലം ഒന്നേ മുടങ്ങിയിട്ടുള്ളൂ. നാളെ ഈ നാട്ടുകാരോട് മാപ്പ് പറഞ്ഞ് പോയിലും കയറും സൈക്കിളും. പൊയ്ക്കോ, എവിടെയാന്ന് വെച്ചാ പൊയ്ക്കോ. ആശാനെ പോട്ടെ, അവൻ അറിയാണ്ട്. മക്കളെപ്പോലെയല്ലേ ഞാൻ നിങ്ങളെ കാണുന്നത്, അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്. എന്നിട്ട് ഇവൻ ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയുന്നത്. നീ സൈക്കിളിൽ കയറ്. നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അവകാശം ആശാനുണ്ട്. ആശ പോണം. കസ്തൂരി
നീ സൈക്കിളിൽ കയറാൻ ആളുകൾ വരുന്നതിന് മുമ്പ് സൈക്കിളിൽ കയറാൻ പോ. ആ, വാ വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വാ തരാം. തമ്പുരാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് എപ്പോഴെത്തിയാണോ? ഇന്നലെ രാത്രിയിൽ. അങ്ങോട്ട് വെച്ചോ. ഇങ്ങോട്ട് തന്നോളൂ, അകത്തേക്ക് വെക്കാലോ. ഓ, ഇറങ്ങിയല്ലോ ഇരണ്ടകള്. ഒറ്റണത്ത് നിന്ന് ഇവിടെ പുറത്ത് കാണാൻ പാടില്ല. ഒക്കെ ഭാഗത്ത്. നിർത്തണോ നിർത്തണ്ടോ തീരുമാനിക്കുന്നത് ഞാനാ. വയറ് നിറയണവരെ കഴിക്കും. അതല്ലടോ ഈ കുന്ത്രാണ്ടം. ഇതാരെങ്കിലും നിർത്തുണ്ടോ? നമസ്കാരം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ. അന്ന് സമ്മതം തരുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒച്ചയും ബഹളൊന്നും തമ്പുരാൻ ഇഷ്ടമല്ലാന്ന്. ഇന്ന് തറവാട്ടിൽ അദ്ദേഹം വരുന്നുണ്ട്. പാട്ടും കൂട്ടൊന്നും വേണ്ട. അയ്യോ, ആള് ശരിക്കും കൂടി തുടങ്ങിയത് ഇപ്പോഴാ. അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ. മാത്രമല്ല സൈക്കിളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, യജ്ഞല്ലേ. ഇറങ്ങണ്ട, താൻ അവിടെ കിടന്ന് തിരിഞ്ഞോ. ഈ കുന്തം തൊള്ളോറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അത് അച്ഛനെ അപ്പൊ ഇന്ന് കളിയില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് വരട്ടെ. ഭീമ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കൊളുത്തിക്കോട്ടെന്ന് ചോദിക്കുന്നത് ശരിയല്ല. അകത്തേക്ക് വരാം. ആ, ചേച്ചി ദേ താഴെ തമ്പുരാൻ വന്നിട്ടുണ്ട്. എങ്ങോട്ടാ പുറപ്പാട്? തമ്പുരാനുണ്ട് അപ്പുറത്ത്. ഒച്ചയും ബഹളം ഇല്ലാണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോണം. ചെല്ല്. കുറച്ച് ഇറച്ചി വേവിക്കേണ്ടി വരും. അമ്മ അടുക്കളയിലേക്ക് വരണ്ട. എന്റെ ഗുരുവായൂരപ്പാ. പാപി ചെന്നയിടം പാതാളം എന്ന് പറഞ്ഞ പോലെയായി എന്റെ ഗതി. വിലാസിനുടെ അവിടെയും മുച്ചൂടും തുറഞ്ഞു തുന്നം പാടി. അവളും കുട്ടികളും ഇവിടെ തന്നെ അങ്ങോട്ട് നിൽക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് കുട്ടികളൊക്കെ അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. ചെറിയത് രണ്ടും ഇവിടെ ഉണ്ട്. ആ, കേസ് 3 മാസത്തിനാവും വിധിയാവും. അച്ഛനാർക്ക് അനുകൂലമായിട്ട് തന്നെ. എന്റെ അഡ്വക്കേറ്റ് വാദിച്ച ഒരു കേസ് ഇതുവരെ തോറ്റിട്ടില്ല, അറിയാലോ. അറിയാം, പോയതൊക്കെ പോയി എന്ന് വെച്ചോളാം. പാങ്ങോട്ടുകാരോട് അച്ചുവന്നാര് തോറ്റുവെന്ന് ലോകരെല്ലാവരും കേൾക്കെ വിളിച്ച് പറയുകയും ചെയ്തോളാം. കാരണവന്മാരുടെ അസ്തിത്വം ഉണ്ട് ഈ തറവാട്ടിലെ. അതും കൂടെ അന്യാധീനപ്പെട്ട കെട്ടി തൂങ്ങ തരണ്ടാവും. കഴിച്ചത് മതി. മദ്യപിക്കുന്നത് മനസ്സിന്റെ ഒരു സന്തോഷത്തിനാ, കരയാനല്ല. അച്ചുവന്നാരോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാന്ന്. പണം മുടക്കാനും കാര്യങ്ങൾ നടത്തിത്തരാനും ഞാനില്ലേ ഇവിടെ. മുക്കിലും മൂലയിലൊക്കെ മുറിമുറിപ്പുണ്ടേ. കുടുംബത്തിലും അതെ. 1000 നാവിന് 2 വിരല്. കാത് പൊത്തിയാ മതി. സാവിത്രിക്കുട്ടി എന്തേ കരയാൻ തുടങ്ങിയില്ലേ? സാവിത്രിക്കുട്ടിയുടെ അമ്മാവന്റെ കാര്യം ഓർക്കുമ്പോ തമാശയാ. എന്നെ കൊണ്ടാവണ സഹായങ്ങളൊക്കെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണുണ്ട്. അല്ല, അച്ഛനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാ പിടിച്ചു നിൽക്കാൻ പറ്റുക? കോടതി കാര്യമല്ലേ. കേസ് വിധിയാവുമ്പോ നിങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന ഈ തറവാട് പോലും നിങ്ങളുടേതാവോ അതോ പാങ്ങോട്ടുകാരുടേതാവോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ,
വയസ്സായ ഒരു അമ്മൂമ്മ അവരുള്ളതാ. കയ്യും പിടിച്ചോണ്ട് എങ്ങോട്ട് ഇറങ്ങാനാ ലേ? ഞാൻ ഈ പണമൊക്കെ മുടക്കുന്നതും എന്റെ അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്തുന്നതും ഒക്കെ അറിയാലോ സാവിത്രിക്കുട്ടിക്ക്. ആരുടെയും മനസ്സ് വേദനിക്കുന്നതും കണ്ണീര് കാണുന്നതും എനിക്കിഷ്ടമല്ല. ആ മുഖം ഒന്ന് ഉയർത്തിയേ. ഞാൻ ഇവിടെ വരുന്നു കുട്ടിയുടെ കൂടെ കഴിയുന്നു നാട്ടുകാരൊക്കെ പറയുന്നൂത്രേ. സത്യം അറിയാലോ. എത്ര കാത്തിരുന്നാലും ശരി, കുട്ടിയുടെ സമ്മതത്തോടെ അല്ലാതെ പ്രതാപവർമ്മ ഈ ദേഹത്ത് തൊടില്ല. കണ്ണീരിൽ ഉമ്മ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. ചെല്ലേ, ചെന്ന് മുഖം കഴുകും.